സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അയ്യാമുൻ സഈദ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 3-4 ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് സഹോദരങ്ങളെ. വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ രാവുകളാണ് റമദാനിലെ ഈ അവസാന നിമിഷങ്ങൾ, അഥവാ അവസാന 10 എന്ന് നമുക്ക് പറയാൻ ഇനി പറ്റുകയില്ല, അത് കഴിഞ്ഞു പോയി. ഈ രാവുകളിൽ നാം അള്ളാഹുവുമായി, ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ നാം അള്ളാഹുവുമായി കൂടുതൽ അടുക്കുകയും അവനോട് പൊറുക്കലിനും കാരുണ്യത്തിനും വേണ്ടി യാചിക്കുകയും വേണം. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടുതൽ കണ്ട നബി, ഭയന്നു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇരു കരങ്ങളും സാധ്യമാകുന്ന അത്ര ഉയരത്തിൽ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കണ്ണുനീർ തുള്ളികൾ മണലാരുണ്യത്തിലേക്ക് വീണുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് പ്രാർത്ഥിക്കുന്നത്. എണ്ണം കൂടുതൽ കണ്ട് ഭയന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് സഹായം തേടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീർ തുള്ളികൾ മണൽ തരികളിൽ പതിച്ചതുപോലെ, ലൈക്ക് എ റിവർ ഫ്ലോവിങ് ടു ദി ഓഷൻ, നഹ്റുൻ യജ്രി ഇലാ ബഹർ, അഥവാ നമ്മുടെ കണ്ണുനീർ തുള്ളികൾ ഒരു നദിയാവുകയും ആ നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെയുള്ള ഒരു പുഴ. അത്രമാത്രം കണ്ണുനീർ പ്രാർത്ഥിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീർ ഉതിർക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ രാത്രികൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനായി ഒഴുകണം നമ്മുടെ കണ്ണുനീർ തുള്ളികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ തീവ്രത കണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട്, ഇരു കരങ്ങളും ചുമലുകളിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അല്ലയോ പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അഥവാ നമ്മൾ തന്നെ ആയിരിക്കും ബദർ യുദ്ധത്തിൽ വിജയിക്കുക എന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹു താങ്കൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹായം നൽകുന്നത് തന്നെയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫുർസത്തുൻ ദഹബിയ. ഈ രാവിൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മം 1000 മാസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ പ്രതിഫലം നൽകുന്നു, അഥവാ നൽകപ്പെടുന്നു. ഈ രാവിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഒരു മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ്. മരുഭൂമിയിലാണ് മഴ പെയ്യുന്നത്. കേരളത്തിലോ നമ്മുടെ നാട്ടിലോ അല്ല, മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് റൈൻ ഇൻ ദി ഡിസർട്ട് കമതരിൻ ഫി സഹറ. ആ മഴയിൽ മണ്ണ് തളിർക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനായി തളിർക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തളിർക്കുന്നു, അല്ലെങ്കിൽ അതിനായി തളിർക്കേണ്ടതുണ്ട്. റമദാനിലെ അവസാന രാവുകൾ മഴ പെയ്യുന്ന രാത്രി പോലെയാണ്. ഈ മഴയിൽ നാം നനഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുകയും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യപ്പെടുന്നതാണ്. ഈ രാവുകളിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം ഒരു സ്വർഗം പോലെ അനുഗ്രഹീതമാകും. ദിസ് നൈറ്റ്സ് ആർ ലൈക്ക് എ പ്രിഷ്യസ് പേൾ ഹാദിഹി ലയാലി കല്ലുഉലുഇൻ നഫീസ. അഥവാ ഈ രാവുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു വറ്റാത്ത നദി പോലെ അള്ളാഹുവിലേക്ക് ഒഴുകട്ടെ. നമ്മുടെ കണ്ണുനീർ മുത്തുകൾ പോലെ തിളങ്ങട്ടെ. നമ്മുടെ കണ്ണുനീർ നമ്മുടെ മുസല്ലകളിലും നമ്മുടെ ബെഡുകളിലും നമ്മുടെ ഇരിപ്പിടങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലുമൊക്കെ ഒഴുകി നാം നനയട്ടെ. മഴയിൽ നാം കുതിർക്കുന്നത് പോലെ കണ്ണുനീരിൽ നാം കുതിർക്കട്ടെ. പ്രിയ സഹോദരന്മാരെ, ഈ രാവുകളിൽ നാം എല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും അവനോട് പൊറുക്കലിനെയും കാരുണ്യത്തെയും ചോദിക്കുകയും ചെയ്യുക. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും ദുആകൾ സ്വീകരിക്കാനും അള്ളാഹുവിനോട് വിനയത്തോടെ യാചിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് എന്ന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വാഹിറു ദഅവാന